നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് അലൂമിനിയം പാത്രങ്ങൾ. എന്നാൽ ഹീലിയം, ഇൻഡാലിയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അലൂമിനിയം അലോയികൾ ഇവ മനുഷ്യർക്ക് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA 2025 ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഒരു മുന്നറിയിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ആണല്ലോ ഇന്നത്തെ നമ്മളുടെ വിഷയം. പലപ്പോഴും സ്ക്രാപ്പ് മെറ്റലുകളിൽ നിന്നും ബാറ്ററികളിൽ നിന്നുമൊക്കെ പുനരുപയോഗം ചെയ്തെടുക്കുന്ന ലോഹങ്ങളാണ് നിലവാരം കുറഞ്ഞ ഇത്തരം ചില പാത്രങ്ങളുടെ നിർമ്മാണത്തിനായി ചില കമ്പനികൾ ഉപയോഗിക്കുന്നത്. ആധികാരികമായ പഠനങ്ങൾ പ്രകാരം ചില അലൂമിനിയം പാത്രങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ കുഞ്ഞു ശരീരത്തിന് താങ്ങാവുന്നതിലും 1400 മടങ്ങിലധികം ലെഡ് ഭക്ഷണത്തിലേക്ക് കലരുന്നുണ്ട്. ഇത് കുട്ടികളിൽ എന്താണ് സംഭവിപ്പിക്കുന്നതെന്നോ അവരുടെ ബുദ്ധിശക്തി കുറയാനും IQ റിഡക്ഷൻ ഉണ്ടാകാൻ, മുതിർന്നവരിൽ വൃക്ക രോഗങ്ങൾക്കും തീർച്ചയായിട്ടും കാരണമാകാറുണ്ട്. പുളിയുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് തക്കാളി, നാരങ്ങ തുടങ്ങിയ ഇത്തരം പാത്രങ്ങളിൽ അവ പാകം ചെയ്യുമ്പോൾ ഈ വിഷാംശം കലരുന്നത് കൂടുകയാണ്. അടുത്തത് നോൺ സ്റ്റിക് പാത്രങ്ങളെ സംബന്ധിച്ചാണ്. ഇതൊരു വിവാദ വിഷയമാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹ മണ്ഡലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെഫ്ലോൺ കോട്ടിങ്ങിൽ PFAS എന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഇവയെ ഫോർവർ കെമിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവ നമ്മുടെ ശരീരത്തിലെത്തിയാൽ പുറത്തു പോവുകയില്ല, അതകത്ത് കിടക്കും. ഒരു നോൺ സ്റ്റിക് പാനിൽ ചെറിയൊരു പോറൽ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് 9000-ലധികം മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ ഭക്ഷണത്തിൽ കലരാമെന്നാണ് 2024-25 വർഷങ്ങളിലെ പഠനങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. കൂടാതെ ഈ പാത്രങ്ങൾ കരിഞ്ഞു പോകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു വാതകം അത് ശ്വസിക്കുന്നത് ടെഫ്ലോൺ ഫ്ലൂ എന്ന അവസ്ഥയ്ക്കും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നും ഈ പഠനത്തിൽ പറയുന്നു. അതിനാൽ പോറലുകൾ വീണ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കുന്നത് ബുദ്ധിയായിരിക്കും എന്നൊരു ചെറിയ നിർദ്ദേശമുണ്ട്. അപ്പോൾ നമുക്ക് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തീരെ സഹിക്കാൻ പറ്റാതെ വരും എന്നറിയാം, എങ്കിലും ഉള്ളത് പറയാതെ പറ്റില്ലല്ലോ. മൺപാത്രങ്ങളെ കുറിച്ച് പറയാം. ഇതാണല്ലോ പണ്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ 95% വരെ നിലനിർത്തുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പഠനത്തിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് കൽച്ചട്ടിയാണ്. ഇതിൽ പാകം ചെയ്യുമ്പോൾ അയൺ, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിന് ആ പാത്രങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നീടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ഗ്രേഡ് ഉള്ള സ്റ്റീൽ പാത്രങ്ങൾ എപ്പോഴും സുരക്ഷിതമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി കാസ്റ്റ് അയൺ, ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ വിളർച്ച തടയാൻ സഹായിക്കുമെന്നും പറയുന്നു. വെങ്കലം, ഓട്, നിങ്ങൾക്കറിയാമല്ലോ, ഓട്ടുപാത്രങ്ങളിൽ പാകം ചെയ്യുന്നത് നല്ലതാണെങ്കിലും പുളിയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ ഈയം പൂശിയ പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് തരുന്നത്. ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. പാത്രങ്ങൾ വാങ്ങുമ്പോൾ ISI മുദ്രയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലൊരു ശീലമാണ്. ഇന്ത്യയിൽ 2026 മുതൽ ഗുണനിലവാരമില്ലാത്ത അലൂമിനിയം പാത്രങ്ങൾക്ക് കർശന നിരോധനം വരികയാണ്.